റോയൽ എൻഫീൽഡ് ഇന്ന് ലോഞ്ച് ചെയ്ത ഹണ്ടർ എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളിൻ്റെ ലോഞ്ച് ഇവൻറ്റിനായിട്ട് ഞാൻ എടപ്പള്ളി ഓബ്രോൺ മോളിൻ്റെ അടുത്തുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോയിട്ടുണ്ടായി. കേരളത്തിൽ ഇവിടെയാണ് ആദ്യമായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്. അത് ലോഞ്ച് ചെയ്ത് അപ്പോൾ തന്നെ അതിന് ശേഷം എനിക്ക് ഇതിൻ്റെ പുറത്ത് കയറി സ്റ്റാർട്ട് ചെയ്തിരുന്നത് എൻ്റെ എക്സോസ് നോട്ടൊക്കെ നോക്കിയാണ് എൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ കാറൊക്കെ വരുന്ന ഓരോരു ബേസ് വേരിയൻറ്റും പിന്നെ ഹയർ വേരിയൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്താണ്, ഇതിൻ്റെ വില എന്താണെന്നുള്ളതും ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്നുള്ളതും ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഇപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റിലീസിൻ്റെ ഇവൻറ്റിന്, അതിൻ്റെ ലോഞ്ച് ഇവൻറ്റിന് തന്നെ ഒരുപാട് പേര് ഈ ഷോറൂമിൽ ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു. ഈ 4 വേരിയൻറ്റും കവർ ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ട്. പക്ഷേ ഇത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് നേരത്തെ എത്തിയുകൊണ്ട് ഈ അതിൻ്റെ ഒരു മിഡ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വൈറ്റ് കളറിലെ റോയൽ എൻഫീൽഡ് ആദ്യം അവർ കൊണ്ടുവച്ച് കവർ ചെയ്തിടുന്ന ആ ഒരു സീനും എനിക്ക് കാണാൻ പറ്റി. അതിനുശേഷം അവിടെ ചെറിയൊരു മ്യൂസിക് ഡിസ്പ്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ പ്ലേ ചെയ്തിട്ട് അവർ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തു. ഇതിന് ബുള്ളറ്റ് ബുദ്ധാസ് എന്ന് പറഞ്ഞ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള റൈഡേഴ്സ് വന്നിട്ടാണ് ആദ്യത്തെ ബേസ് വേരിയൻറ്റ് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ഷോറൂം പ്രൈസ് 1,49,000 ആണ്. ഓൺ റോഡ് പ്രൈസ് അറൗണ്ട് 1,83,000 വരും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ വുമൺ എൻഫീൽഡ് റൈഡേഴ്സ് വന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ മെട്രോ എന്ന് പറഞ്ഞ വേർഷൻ ലോഞ്ച് ചെയ്തു. ഇത് ചെറിയ വേരിയൻസും കളർ ഡിഫറൻസും വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ വേർഷൻ വന്നത് ഇതിൻ്റെ സ്പാർക്ക് സപ്ലയേഴ്സ് വന്നിട്ട് ഇതിൻ്റെ മൂന്നാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു കുറച്ചും കൂടി ഒരു കാഷ്വൽ ലുക്കിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളർ വരും. പിന്നെ ലാസ്റ്റ് വേർഷൻ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വേർഷൻ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ലോഞ്ച് ചെയ്ത്. ബേസിക്കലി അവിടെ ഉള്ളത് ഞാനും കൂടി ചേർന്ന് അത് അൺവീൽ ചെയ്തു. ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈനൽ ബ്ലാക്ക് കളറാണ് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 4 ഡിഫറെൻറ്റ് വേരിയൻസ് ആളുകൾക്ക് ചൂസ് ചെയ്തെടുക്കാം. വൺ ഓഫ് ദ ചീപ്പസ്റ്റ് 350cc മോട്ടോർ സൈക്കിൾസ് ആണ്. ഇതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്ന നമ്മൾ മീറ്റിയോറിൽ കാണുന്നതിൻ്റെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു 350cc എഞ്ചിനാണ്. ആദ്യത്തെ ഏറ്റവും ചീപ്പസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഏറ്റവും ബേസ് ആയിട്ടുള്ള വേർഷനിൽ അതിൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഏറ്റവും ചീപ്പസ്റ്റ് വേർഷൻ. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു ക്ലിയർ ബൾബ് ഹെഡ് ലാമ്പാണ്. പിന്നെ അതിന് ഇൻഡിക്കേറ്റർ നോക്കിയതിന് സാധാരണ ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ സ്പോക്കാണ് വരുന്നത്. സ്പോക്ക് അലോയ് വീൽസ് ഒന്നും വരുന്നില്ല. പിന്നെ അതിൻ്റെ എൻജിൻ കിൽ സ്വിച്ച് ആയാലും അതുപോലെ ബാക്കിയുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ചൊക്കെ ആണെങ്കിൽ ഭയങ്കര നോർമലാണ്. വളരെ ബേസിക് ആയിട്ടുള്ള സ്പീഡോമീറ്ററാണ്. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂൾ ലുക്കിംഗ് ആയിട്ടുള്ള ടാങ്കാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു പിൻ സ്ട്രൈപ്പിംഗ് ഉള്ളൊരു ഗോൾഡൻ കളർ ഉണ്ട്. അത് ചെന്നൈ പ്ലാന്റിൽ ആൾ ഡയറക്റ്റ്ലി കൈകൊണ്ട് വരക്കുന്നതാണോ അതോ ഇനി അത് സ്റ്റിക്കേഴ്സ് ആണോ എന്ന് എക്സാക്ട്ലി അറിയില്ല. ഇതിൻ്റെ ഗ്രാബ് റെയിലായിട്ട് കാണുന്നത് ഒരു കുഷ്യനുള്ള ഒരു ബാക്ക് സപ്പോർട്ടുള്ള പോലെയാണ്. പക്ഷേ ഈ വേർഷൻ്റെ ഞാൻ ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ ഗ്രാബ് റെയിൽ സാധാരണ ഒരു കമ്പിയാണ്. പിന്നെ ഇതിൻ്റെ വളരെ സ്മോൾ ആയിട്ടുള്ള ചെറിയ ഒരു എക്സോസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മീറ്റിയർ പോലെ തന്നെ അതിൻ്റെ ലോങ് സ്ട്രോക്കാണ് ഇതിൻ്റെ ഐഡിയൽ ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷേ എങ്കിലും അത് നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള വളരെ ക്രിസ്പായിട്ടുള്ളൊരു എഞ്ചിൻ നോട്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ എഞ്ചിൻ നോട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് ഡയറക്റ്റ്ലി നിങ്ങൾ കേൾപ്പിക്കണേന്. പക്ഷേ ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത പോലെ തന്നെക്കാളും ഞാനത് കേട്ടപ്പോൾ ഇത് നേരിട്ട് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബേസ് ഉള്ള പോലെ കുറച്ചും കൂടി ഒരു പഞ്ചി ആയിട്ടുള്ള നോട്ടാണ് ആക്ച്വലി ഇതിൽ കിട്ടുന്നത്. വേരിയൻ്റ് ഇപ്പോൾ ഈ കാണുന്ന രണ്ടാമത്തെ വേരിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാബ് റെയിൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. 2 പീസ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സിംഗിൾ ചാനൽ ABS ആണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. മെട്രോയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ്. അതിൽ അലോയ് വീൽസ് വരുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ബാക്കിലുള്ള ഒരു റിയർ ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. പിന്നെ ഇതിന് സാധാരണ 350cc മീറ്റിയോറിലുള്ള സെയിം സ്പെക്കൊക്കെ തന്നെ. സ്പെക്ക് വൈസ് അങ്ങനെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല. അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ റൈഡിങ് പൊസിഷനൊക്കെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 800 mm ആണ് വരുന്നത്. 800 mm എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതായത് ഒരു 5 foot 5 inch ഉള്ള ആളുകൾക്കൊക്കെ പോലും ബേസിക്കലി കാല് ഫ്ലാറ്റായിട്ട് താഴെ വെക്കാൻ പറ്റും. ഇതിനേക്കാളും കുറവ് ഹൈറ്റുള്ളതെന്ന് പറഞ്ഞാൽ ജാവയാണ്. ജാവയുടെ 765 mm ആണെന്ന് തോന്നുന്നത് അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ അതിനേക്കാളും ഒരു 3.5 centimeter ഇത് കൂടുതലാണ്. എന്നാലും ജാവ വളരെ ലോ ആണെന്ന് പറഞ്ഞ് പലരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കേൾക്കാത്ത വിധത്തിൽ അന്ന് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഓടിക്കാവുന്ന വിധത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള വേർഷനാണ്. അതിൻ്റെ ഈ എൻജിൻ സ്വിച്ച് എല്ലാം സ്വിച്ചസ് വരുന്ന നോബായിട്ട് വരുന്ന പുതിയ മീറ്റിയോറിലൊക്കെ കാണുന്ന പോലെ.
പിന്നെ അതിൻ്റെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ അലോയ് വീൽസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്സും ബ്രാൻഡിങ് ഡിഫറെൻ്റ് ആണ്. പിന്നെ അതിൻ്റെ മിറർ നിങ്ങൾക്ക് നോക്കിയാൽ ഹാൻഡിലിൻ്റെ എഡ്ജിൽ അറ്റാച്ച് ചെയ്യാവുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ കോണ്ടിനെൻ്റൽ ജി ടിയിലൊക്കെ കാണുന്ന പോലത്തെ അഡീഷണൽ ആക്സസറി ആയിട്ട് കിട്ടുന്ന മിററാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റിൽ ആ ഷോറൂമിലുള്ള എല്ലാ മോട്ടോർ സൈക്കിളും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പ്രൈസ് ലിസ്റ്റ് 100ൻ്റെ പ്രൈസ് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈസ് ലിസ്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ 100 റെട്രോ എന്ന് പറഞ്ഞ മോഡൽ, അത് ഞാൻ കയറി ഇരുന്ന് നോക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള അതിൻ്റെ ഫാക്ടറി സിൽവർ എന്ന് പറഞ്ഞ കളറാണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഷോറൂം പ്രൈസ് 1,49,900 ആണ്. അത് ഓൺ റോഡ് വരുമ്പോൾ 1,80,306 റുപ്പീസാണ് എല്ലാം കൂടി വരുന്നത്. പിന്നെ ഓപ്ഷണൽ ആക്സസറീസ് ഉണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5,899 രൂപ കിട്ടും. പിന്നെ ഒരു എൻജിൻ ഗാർഡ് വേണമെങ്കിൽ 2,950 എക്സ്ട്രാ വരും. അപ്പോൾ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 1,80,000 റുപ്പീസിലൊരു റോയൽ എൻഫീൽഡിൻ്റെ മറ്റൊന്ന് റിലയബിൾ ആയിട്ടുള്ള, അതായത് റിലയബിൾ ഇൻ ദ സെൻസ് ഇപ്പോൾ പുതിയ മീറ്റിയോറിൻ്റെ പത്ര റിഫൈൻഡ് ആയിട്ടുള്ള സ്മൂത്ത് എഞ്ചിനുള്ള ഒരു 350cc മോട്ടോർ സൈക്കിൾ, അതും ഏറ്റവും ക്ലാസിക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പോലത്തെ അല്ലാണ്ട് ഭയങ്കര ഇന്നത്തെ ഏജിന് കുറേ കൂടി നല്ല റോഡ്സ്റ്റർ ടൈപ്പിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ കിട്ടുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. പിന്നെ കുറച്ചും കൂടി ഫങ്കി ആയിട്ടുള്ള കുറച്ചും കൂടി ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഹണ്ട മെട്രോയുടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വൈറ്റും ആഷും കളർ. വൈറ്റാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മിഡ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 1,63,000 ആണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 1,96,000, അറൗണ്ട് 16,000 സംതിങ് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണം. അതിനകത്ത് പുതിയതായിട്ട് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്, പിന്നെ ഡ്യുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട്, പിന്നെ ബാക്കിൽ നിങ്ങൾക്ക് അതുപോലെ ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഗ്രാബ് റെയിൽ ഡിഫറെൻ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ലുക്സ് ആൻഡ് ലുക്കെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതല്ലാതെ വേറെ ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള മാറ്റമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടി സേഫ്റ്റി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഡ്യുവൽ ചാനൽ ABSും റിയർ ഡിസ്ക് ബ്രേക്ക് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷന് പോകാം. പിന്നെ എക്സ്ട്രീംലി ഇതേ വേരിയൻറ്റിൻ്റെ തന്നെ കുറച്ചും കൂടി കളർ ഡിഫറൻസിന് വൈസും പിന്നെ ആ ഒരു മിററിൻ്റെ ഡിഫറൻസിൽ അങ്ങനെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വേർഷൻ എന്ന് വെച്ചാൽ 100 മെട്രോ എന്ന് പറഞ്ഞാൽ റെബൽ ബ്ലൂ, റെബൽ ബ്ലാക്ക്, റെബൽ റെഡ്, ഈ 3 കളേഴ്സിനാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വേർഷൻ. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറയാം, ഇതിൽ അറൗണ്ട് 1,99,000 വരും. അപ്പോൾ ഈ ഒരു 100 സീരീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് വേരിയൻ്റ് ആണെങ്കിൽ ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് എടുത്താലും അണ്ടർ 2 lakhs ആണ് വരുന്നത്. അപ്പോൾ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലും ബേസിക്കലി റോയൽ എൻഫീൽഡ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5,000 റുപ്പീസാണ്. അത് നോൺ റീഫണ്ടബിൾ അല്ല, റീഫണ്ടബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. വിത്തിൻ 24 hours റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് 10th ശേഷം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 10th തീയതിക്ക് ശേഷം ടെസ്റ്റ് ഡ്രൈവ് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഡീറ്റെയിൽ റിവ്യൂ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിനെ കുറിച്ചോ ഈ പറഞ്ഞ റോഡ്സ്റ്ററിനെ കുറിച്ചോ റോഡ്സ്റ്ററായ 100നെ കുറിച്ചോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നമുക്കതൊരു ഡിസ്കഷനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.